നമസ്കാരം. ദാ കർക്കിടകം ഒന്നിങ്ങ് എത്താറായി. മൂദേവി സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അത് പുറന്തള്ളുന്നതിനും വീണ്ടും വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നതിനു വേണ്ടിയും ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും തീർച്ചയായും ചെയ്തിരിക്കണം. അതിനായി ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായും കർക്കിടകത്തിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അതിലൂടെ മൂദേവിയിൽ നിന്ന് രക്ഷ നേടാനും ഐശ്വര്യദേവതയുടെ അനുഗ്രഹം നേടാനും സാധിക്കും. ആദ്യമായി പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പൊട്ടിയതോ കേടായതോ ആയ ക്ലോക്ക് തുടങ്ങിയ ഉപകരണങ്ങൾ, പൊട്ടിയ കണ്ണാടി, പൊട്ടിയ ദേവചിത്രങ്ങൾ എന്നിവ ശരിയാക്കാൻ പറ്റുന്നവ ശരിയാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. പൂജാമുറിയും വീട്ടിലെ ഓരോ മുറികളും മാറാലയും മറ്റും നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുക. വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയും കന്നിമൂലയും നല്ല വൃത്തിയാക്കി ഇടണം. അടുക്കളയിലെ ഭക്ഷണ സാധനങ്ങൾ ചീത്തയായതോ കാലാവധി കഴിഞ്ഞതോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം ഒഴിവാക്കുക. കീറിയ വസ്ത്രങ്ങൾ, അതുപോലെ വെള്ളം ചോർന്നു പോകുന്നതായിട്ടുള്ള പൈപ്പുകൾ ഉണ്ടെങ്കിൽ അതും മാറ്റുക. വീടിന് ചുറ്റും കരിഞ്ഞതോ ഉണങ്ങിയതോ ആയ ചെടികൾ ഉണ്ടെങ്കിൽ അവയും നീക്കം ചെയ്യുക. ഇങ്ങനെ വീട് വൃത്തിയാക്കിയതിനു ശേഷം കിണറ്റിൽ നിന്ന് ശുദ്ധജലമെടുത്ത് അതിൽ തുളസിയിലയിട്ട് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 21 പ്രാവശ്യം ജപിച്ച് പൂജാമുറിയിലും വീടിനുള്ളിലെ ഓരോ മുറികളിലും വീടിന് പുറമേ 4 മൂലയിലും തളിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ മൂദേവി സാന്നിധ്യം ഒഴിവാക്കി ലക്ഷ്മി സാന്നിധ്യം കുടികൊള്ളുന്നതിന് സഹായിക്കും. എല്ലാവരും മറക്കാതെ ചെയ്യുമല്ലോ, അല്ലേ?